Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 75. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. കാലചക്രം ആരെയും കാത്തു നിൽക്കാതെ ഇരുണ്ടു നീങ്ങിക്കൊണ്ടിരുന്നു. കൊറ്റങ്കാവിലെ കാറ്റിലും മരച്ചില്ലകളിലും 2-3 മാസങ്ങൾ കൊഴിഞ്ഞു വീണത് പെട്ടെന്നായിരുന്നു. ആ മാസങ്ങൾ ശ്രീനിലയത്തിലെ രാജേന്ദ്രനും അയാളുടെ അളിയൻ ഗംഗാധരനും ഭയത്തിന്റെയും കണ്ണുനീരിന്റെയും കാലമായിരുന്നു. ഗംഗാധരന്റെ മകൻ രാജീവിനെയും കൂട്ടുകാരെയും കാർന്നു തിന്ന നിപ്പ വൈറസ് അവരെ തകർത്തു കളഞ്ഞു. കാവിലെ രത്നം മോഷ്ടിക്കാൻ പോയി അവരെ ആക്രമിച്ച ആ കടവാവലുകൾ പ്രകൃതിയുടെ വലിയൊരു പ്രതികാരമായിരുന്നു എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചു. ദിവസങ്ങളോളം കമ്പിളിത്തോട്ടിലെ ആശുപത്രിയിലെ സ്പെഷ്യൽ ICUവിൽ മരണത്തോട് മല്ലിട്ടിട്ടും ഫലമുണ്ടായില്ല. എത്രയൊക്കെ മികച്ച ചികിത്സകൾ നൽകിയിട്ടും ആധുനിക വൈദ്യശാസ്ത്രത്തെ പോലും നോക്കുകുത്തിയായി രാജീവും അവനോടൊപ്പം കാവിൽ കയറിയ 4 പേരും ഒന്നിനു പുറകെ ഒന്നായി മരണത്തിന് കീഴടങ്ങി. കാവിലെ അമ്മയുടെ കോപമാണ് അതെന്ന് നാടൊന്നാകെ വിശ്വസിച്ചു. ശ്രീനിലയത്തിൽ വീണ്ടും മരണത്തിന്റെ നിലവിളി ഉയർന്നു. ഗംഗാധരനും രാജേന്ദ്രനും അവരുടെ ചെയ്തികൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് എന്ന് നാട്ടുകാർ അടക്കം പറഞ്ഞു. അതോടൊപ്പം കാവിനെക്കുറിച്ചുള്ള ഭയവും അവരുടെ ഉള്ളിൽ പുതിയ കഥകൾക്ക് ജന്മം നൽകി. ഈ മരണഭയങ്ങൾക്കിടയിലും കല്ലാട്ട് തറവാട്ടിലേക്ക് സദാനന്ദന്റെ വക മറ്റൊരു കൊടുങ്കാറ്റ് വീശിയടിച്ചിരുന്നു. കൊറ്റങ്കാവ് സ്റ്റേഷനിൽ പുതിയ സർക്കിൾ ഇൻസ്പെക്ടറായി സദാനന്ദന്റെ വിശ്വസ്തനായ ബ്രഹ്മദത്തൻ ചാർജ് എടുത്തതായിരുന്നു അത്. വന്നപാടെ സജീവന്റെ കൊലപാതക കേസ് അയാൾ തന്റെ കൈകളിലേക്ക് ഏറ്റെടുത്തു. SHO ആയ ദേവനെ ആ കേസന്വേഷണത്തിൽ നിന്നും മാറ്റി നിർത്തിയെന്ന് മാത്രമല്ല, സജീവന്റെ മൃതദേഹം ആദ്യം കണ്ട ഗൗരിയെയും ദേവനെയും അയാൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യവും ചെയ്തു. സദാനന്ദന്റെ തിരക്കഥയനുസരിച്ച് അവരെ കേസിൽ കൊടുക്കാൻ ബ്രഹ്മദത്തൻ പരമാവധി ശ്രമിച്ചു നോക്കി. പക്ഷേ ദേവന്റെ നിയമപരിചയത്തിന് മുന്നിലും കുലുക്കമില്ലാത്ത ഗൗരിയുടെ അചഞ്ചലമായ ധൈര്യത്തിന് മുന്നിലും അയാളുടെ തന്ത്രങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാനായില്ല. ആ ചോദ്യം ചെയ്യലുകളെല്ലാം അവർ പുഷ്പം പോലെ നേരിട്ടു. നേരിട്ടല്ലെങ്കിലും പിന്നിൽ നിന്നുമുള്ള വിശ്വന്റെ അദൃശ്യമായ രാഷ്ട്രീയ പിൻബലവും വലിയൊരു കാവലായി അവർക്കൊപ്പമുണ്ടായിരുന്നു. പതിയെ പതിയെ ആ ഇരുണ്ട കാർമേഘങ്ങൾ ഒഴിഞ്ഞുമാറി. ഭയത്തിന്റെയും ചോദ്യം ചെയ്യലുകളുടെയും ആ കറുത്ത ദിനങ്ങൾ പിന്നിട്ട് കൊറ്റങ്കാവ് വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. അതിനിടയിൽ കഴിഞ്ഞുപോയ മാസങ്ങൾ കൊറ്റങ്കാവിലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല നിറങ്ങളിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. കല്ലാട്ട് തറവാട്ടിലും ചേലക്കിലും ജീവിതങ്ങൾ പുതുവസന്തങ്ങൾ തീർത്തു. വിശ്വന്റെയും രശ്മികയുടെയും ജീവിതം ഒരു മനോഹരമായ പ്രണയകാവ്യം പോലെ മുന്നോട്ടു നീങ്ങി. തിരുവനന്തപുരത്തെ ഭരണ തിരക്കുകൾക്കിടയിലും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അവൻ കൊറ്റങ്കാവിലേക്ക് ഓടിയെത്തി. അവരുടെ ആ ചെറിയ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കിയത് കിച്ചൂട്ടനായിരുന്നു. അച്ഛന്റെ കൂടെ എപ്പോഴും നടക്കാനും അച്ഛന്റെ ഫോൺ എടുത്ത് കളിക്കാനും മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ പുറകെ കരഞ്ഞോടാനും ആ 3 വയസ്സുകാരൻ കാണിച്ച കുസൃതികൾ ആ വീടിനെ എപ്പോഴും ചിരിപ്പിച്ചു നിർത്തി. ചില ദിവസങ്ങളിൽ രശ്മികയോട് പരിഭവിച്ച അച്ഛന്റെ നെഞ്ചിൽ മാത്രം കിടന്നുറങ്ങുന്ന അവനെ കാണുമ്പോൾ വിശ്വന്റെ കണ്ണുകൾ സ്നേഹം കൊണ്ട് നിറഞ്ഞു തുളുമ്പാറുണ്ടായിരുന്നു. മറുവശത്ത് കല്ലാട്ട് തറവാട്ടിലെ ദേവന്റെയും ഗൗരിയുടെയും പ്രണയവും തടസ്സങ്ങളില്ലാതെ ഒഴുകി. സസ്പെൻഷൻ ഭീഷണികളോ കേസോ ഒന്നും അവരുടെ സന്തോഷത്തെ ബാധിച്ചിരുന്നില്ല. അതിനിടയിലെ രസകരമായ പ്രകടനങ്ങൾ വിലാസിനിയമ്മയുമായിട്ടുള്ള ഗൗരിയുടെ ഇടപെടലുകളായിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്ന ദേഷ്യമൊക്കെ മാറ്റി വിലാസിനിയമ്മയെ തന്ത്രപൂർവ്വം കയ്യിലെടുക്കാൻ ഗൗരി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേവനുമായി ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കുന്നവൾ ഓടിച്ചെന്ന് അമ്മയുടെ പിന്നിലൊളിക്കും. എന്റെ കൊച്ചിനെ നീ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ എന്ന് വിലാസിനിയമ്മ ദേവനെ നോക്കി ചൂടാകുമ്പോൾ ഗൗരി പിന്നിൽ നിന്നും അവനെ നോക്കി കൊഞ്ഞനം കുത്തും. വിലാസിനിയമ്മ ഇപ്പോ ദേവനേക്കാൾ ഏറെ ഗൗരിയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇടയ്ക്ക് ആ സന്തോഷത്തിന്റെ ഓളം കൂട്ടുവാൻ നീലിമയും കുടുംബവും അങ്ങോട്ടേക്ക് എത്തും. ഇങ്ങനെയുടെ കുസൃതികളും നീലിമയുടെ ശുശ്രൂഷകളും ഒക്കെ കാണുന്ന ഗൗരി തനിക്കും ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള ആഗ്രഹമൊക്കെ ദേവനോട് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സദാനന്ദനെ പൂർണ്ണമായും ഒതുക്കിയിട്ട് അതിനുള്ള തറക്കല്ലിടാമെന്ന ദേവൻ പറഞ്ഞിരിക്കുന്നത്. അനന്തനും വൈശാഖിയും തങ്ങളുടെ പൊതുജീവിതം ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരായിരുന്നു. ഗൗരിക്ക് ഏത് നിമിഷവും സദാനന്ദനിൽ നിന്നും അപകടമുണ്ടായേക്കാമെന്നുള്ള ചിന്ത അവരെ സദാ ജാഗരൂകരാക്കി. എന്നാൽ ആ പോരാട്ടത്തിൽ അവരിപ്പോൾ ഒറ്റയ്ക്കല്ല. കാലങ്ങളുടെ അകൽച്ച മാറി വലിയച്ഛൻ ഗിരിജന്റെയും അപ്പച്ചി കല്യാണിയുടെയും കുടുംബങ്ങൾ ഇപ്പോൾ അവർക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അവരുടെ മുൻകാല തെറ്റുകൾ ഗൗരിയും അനന്തനും മനഃപൂർവ്വം മറന്നു കളഞ്ഞപ്പോൾ
അരുണും വിഷ്ണുവും ഗൗരിക്കും അനന്തനുമൊപ്പം ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിരുന്നു. സദാനന്ദൻ എന്ത് കളികൾ കളിച്ചാലും ഗൗരിയുടെ ജീവന് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് വിഷ്ണു വാക്ക് നൽകിയത് ആ കുടുംബത്തിന് നൽകിയ ധൈര്യം ചെറുതല്ലായിരുന്നു. ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ മകരമാസത്തിലെ കുളിർക്കാറ്റ് ആ ഗ്രാമത്തിലേക്ക് ആഘോഷത്തിന്റെ വരവറിയിച്ചുകൊണ്ട് വീശി തുടങ്ങി. അതോടൊപ്പം കൊറ്റങ്കാവിൽ അമ്മയുടെ തിരുവുത്സവത്തിന് കൊടിയേറി. നാട് മുഴുവൻ ഇപ്പോൾ ഉത്സവ ലഹരിയിലാണ്. മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾക്കും ഭയത്തിനും വിരാമം ഇട്ടുകൊണ്ട് ഗ്രാമവാസികൾ ആവേശത്തോടെ കാവിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയിരിക്കുന്നു. ക്ഷേത്രമുറ്റത്ത് വർണ്ണക്കടലാസുകൾ കൊണ്ട് അലങ്കരിച്ച വലിയ പന്തലുകൾ ഉയർന്നു കഴിഞ്ഞു. വഴിയരികിലെല്ലാം വർണ്ണവിളക്കുകൾ മിന്നിത്തിളങ്ങി. കുപ്പിവളകളും കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളും വിൽക്കുന്ന വഴിവാണിപ്പോക്കാരുടെ നീണ്ട നിരകൾ കാവിലേക്കുള്ള ഇടവഴികൾക്ക് പുതിയൊരു ജീവൻ നൽകി. ദൂരെ നിന്നും മുഴങ്ങിക്കേൾക്കുന്ന ചെണ്ടമേളത്തിന്റെ മനമയക്കുന്ന താളം ഗ്രാമവാസികളുടെ സിരകളിൽ ആവേശം നിറച്ചു. കല്ലാട്ട് തറവാടും ആ ഉത്സവത്തിളക്കത്തിലായിരുന്നു. കഴിഞ്ഞുപോയ ദുരിതങ്ങളെയെല്ലാം മറന്ന് കൊറ്റങ്കാവിലമ്മയുടെ അനുഗ്രഹത്തോടെ പുതിയൊരു തുടക്കത്തിനായി നാടൊന്നാകെ ആ ഉത്സവപ്പറമ്പിലെ വർണ്ണക്കാഴ്ചകളിലേക്ക് അലിഞ്ഞു ചേരുകയായിരുന്നു. എന്നാൽ കൊറ്റങ്കാവിലെ ഈ സന്തോഷങ്ങൾക്കിടയിലും മറ്റൊരിടത്ത് വലിയൊരു ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സദാനന്ദന്റെ രഹസ്യ സങ്കേതമായ ഗസ്റ്റ് ഹൗസിൽ അന്ന് രാജേന്ദ്രനും അളിയൻ ഗംഗാധരനും ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് വിലയേറിയ മദ്യക്കുപ്പികൾ നിറഞ്ഞിട്ടുണ്ടെങ്കിലും രാജേന്ദ്രന്റെയും ഗംഗാധരന്റെയും മുഖത്ത് മരണഭയത്തിന്റെ കരുനിഴൽ മായാതെ നിന്നു. സദാനന്ദ, എനിക്കിതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു പേടി തോന്നുന്നു. ഇപ്പോ എന്റെ മകൻ രാജീവും അവന്റെ കൂടെ കാവിൽ കയറിയ 4 പിള്ളേരും എങ്ങനെയാ മരിച്ചതെന്ന് അറിയാലോ. ആ നിപ്പ വൈറസ്, അതൊക്കെ ആ കാവിലെ അമ്മയുടെ കോപം കൊണ്ടാണെന്ന നാടൊക്കെ പറയുന്നു. വെറുതെ നമ്മളായിട്ട് ഇനി ഒരു വിന വരുത്തി വെക്കണോ? ഗംഗാധരന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്വന്തം മകന്റെ മരണം നൽകിയ ആഘാതം ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. അളിയന്റെ സങ്കടത്തിലും ഭയത്തിലും കൂട്ടുചേർന്നുകൊണ്ട് രാജേന്ദ്രനും പറഞ്ഞു, അളിയൻ പറയുന്നത് സത്യമാ സദാനന്ദ. ആ കാവിൽ എന്തോ ഒരു അമാനുഷിക ശക്തി ഉണ്ടെന്ന് എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആ രക്തത്തിന് പുറകെ പോയിട്ട് കുടുംബത്തില് മരണം ഇപ്പൊ 2 ആയി. അത് കേട്ട് സദാനന്ദൻ പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചു. നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ് രാജേന്ദ്ര. കാട്ടിൽ കയറിയാൽ വവ്വാലോ പാമ്പോ ഒക്കെ കടിക്കും. അല്ലാതെ ഇതൊന്നും ഏതോ ഒരു കാവിലമ്മയുടെ കോപമൊന്നും അല്ല. അങ്ങനെയല്ല സദാനന്ദ. ആ ബ്രഹ്മദത്തിന് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഗൗരിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടും അവളിൽ നിന്നും ഒരൊറ്റ കാര്യം പോലും അവന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ കാവിലെ രക്തത്തെക്കുറിച്ചോ കൊലപാതകത്തെക്കുറിച്ചോ അവളൊന്നും മിണ്ടിയില്ല. ഇതിൽ നിന്നെല്ലാം അവളെ രക്ഷിക്കുന്നത് ആ ദേവിയല്ലേ? രാജേന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. സദാനന്ദന്റെ മുഖത്തെ പുച്ഛം മാറി അവിടെ വല്ലാത്തൊരു ക്രൗര്യം നിറഞ്ഞു. ചോദ്യം ചെയ്യില്ല അവൾ പിടിച്ചു നിന്നോട്ടെ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവൾക്ക് ആ ദേവന്റെ ട്രെയിനിങ് കൃത്യമായി കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഈ കൊറ്റങ്കാവ് ഭഗവതിയുടെ മുടിയേറ്റ് നടക്കുന്ന ദിവസത്തിന് മുൻപ് തന്നെ നമ്മൾ അവളെ ബ്രഹ്മദത്തിന്റെ സഹായത്തോടെ പോക്കും. ഇത്തവണ അവളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നതേ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കില്ല, നമ്മൾ പറയുന്ന ആ പഴയ ഗൗഡൌണിലേക്കായിരിക്കും. സദാനന്ദൻ ഒന്ന് നിർത്തി ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നിട്ട് തുടർന്നു. നമ്മുടെ ആവശ്യത്തിനൊപ്പം നിൽക്കാൻ അവളെ എങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നും ആ രക്തം അവളിലൂടെ തന്നെ എങ്ങനെ പുറത്തെത്തിക്കണമെന്നും ആ ബ്രഹ്മദത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കാതെ എന്റെ കൂടെ അങ്ങ് നിന്നാ മതി. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സംശയം നിറഞ്ഞ മുഖങ്ങളോടെ ഇരിക്കുന്ന രാജേന്ദ്രനെയും ഗംഗാധരനെയും കണ്ടതോടെ അയാളുടെ ഭാവം മാറി. സ്വരം ഒന്ന് കടുത്തു. പിന്നെ വർഷങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാ. ഈ ഒരു കാര്യത്തിന് ഇടയ്ക്ക് വെച്ച് പിന്മാറാനാ നിങ്ങളുടെയൊക്കെ ഭാവമെങ്കിൽ സദാനന്ദന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ? ആ വാക്കുകളിലെ ഭീഷണി രാജേന്ദ്രനെയും ഗംഗാധരനെയും ശരിക്കും നടുക്കിക്കളഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ ഈ പറയുന്നത് പോലെ അവിടെ കാവിലൊരു ഭഗവതിയുടെ ശക്തി ഉണ്ടെങ്കിൽ തന്നെ ആ ശക്തിയെ പിടിച്ചുകെട്ടാൻ വരുന്നതേ ചില്ലറക്കാരനൊന്നുമല്ല. തമിഴ്നാട്ടിലെ മയിലാടുംതുറയിൽ നിന്നുമുള്ള സാക്ഷാൽ കാലഭൈരവ സ്വാമികളാണ്. തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന മഹാമാന്ത്രികനാ അദ്ദേഹം. ഇരുട്ടിന്റെയും ദുർമന്ത്രവാദത്തിന്റെയും അവസാന വാക്ക്. അങ്ങേരൊരു ചരട് ജപിച്ച് കെട്ടിയ ആ കൊറ്റങ്കാവിലമ്മയ്ക്ക് പോലും ഒരണുവിട അനങ്ങാൻ കഴിയില്ല. സദാനന്ദൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ടതുപോലെയായി രാജേന്ദ്രന്റെയും ഗംഗാധരന്റെയും അവസ്ഥ. പിന്മാറിയാൽ സദാനന്ദൻ കൊല്ലും, മുന്നോട്ടു പോയാൽ ആ കാവിലമ്മയുടെ കോപം. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ രണ്ടുപേരും പരസ്പരം ഭയത്തോടെ നോക്കി. അവരെ നോക്കി വിജയശ്രീ ലാളിതനായതുപോലെ ഒന്ന് ചിരിച്ചുകൊണ്ട് ഗൗരിയെയും ദേവനെയും എങ്ങനെ കുരുക്കണമെന്ന പുതിയ ചിന്തകളുമായി സദാനന്ദൻ തന്റെ കയ്യിലിരുന്ന വിസ്കി ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.